സോനിക്ക് അവന് എന്തോ ഇമ്മോറൽ ട്രാഫിക്ക് പിടിച്ചു. ഇവള് മരിക്കണതിന് ഒരാഴ്ച മുന്നേ. അപ്പോൾ അവളത് അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു ഇവൻ്റെ കൂടെ. അപ്പം അതിൽ നിന്നൊരു അവനോട് അനുകൂലം ഇവളോട് പ്രതികൂലമായി നിൽക്കുക. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ വിവാഹം കഴിക്കാം, 6 വർഷമായ ബന്ധമാണല്ലോ. 6 വർഷം എന്ന് പറഞ്ഞാൽ 3 വർഷം സൗഹൃദമായിരുന്നു കോളേജിൽ പഠിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രണയ. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ ഇനി മതം മാറുന്നില്ല, ഇത്രയും തെറ്റ് ചെയ്തവനല്ലേ, ഞാൻ മതം മാറില്ല, രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. അവിടെ നിന്നാണ് അവർ കൊണ്ടുപോയി പിന്നെ അകത്തിട്ട് പൂട്ടി മർദ്ദിക്കുകയൊക്കെ ചെയ്തത്. ഇവൻ അത്രയ്ക്ക് പ്ലാൻ ചെയ്ത് അവൾ അവിടെ കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വാപ്പയും ഉമ്മയാണ് അവളെ കൂട്ടിയിരുന്നത്. വാപ്പയും ഉമ്മയെ കൂട്ടിയിരുന്നത്. എന്നിട്ട് അവർക്കെതിരെ ആത്മഹത്യ പ്രേരണയ്ക്ക് മാത്രം കുറ്റം. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ പൂട്ടിയിട്ടത് എന്താണെന്ന് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കബളിപ്പിച്ചുകൊണ്ട് ഈ പൂട്ടിയിട്ട സെക്ഷൻ എഴുതുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ ഈ പോലീസുകാർക്ക് എഴുതേണ്ടി വരുമായിരിക്കുമല്ലോ. അപ്പം മതം മാറാൻ പൊന്നാനിക്ക് കൊണ്ടുപോകാനാണെന്ന് എഴുതാൻ പാടില്ല. ബുദ്ധിമുട്ട് അവർക്കുള്ളതുകൊണ്ടായിരിക്കും അവർ ആ സെക്ഷൻ ഇടാതെ. ആ